ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള LDSക്ക് അതുപോലെ തന്നെ LGSനെല്ലാം പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, കുതിരസവാരി കായിക രംഗത്ത് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ കൃതി സിംഗ്. കുതിരസവാരി കായിക രംഗത്ത് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ കൃതി സിംഗ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേര് ലഭിച്ചത് ഏത് ടൈഗർ റിസർവിനാണ്? പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേര് ലഭിച്ചത് പെഞ്ച് ടൈഗർ റിസർവിനാണ്. അടുത്തത്, 2016 ജൂലൈ 22 ബംഗാൾ ഉൾക്കടലിൽ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്? AN-32 വിമാനം. 2016 ജൂലൈ 22 ബംഗാൾ ഉൾക്കടലിൽ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈയിടെ കണ്ടെത്തിയത് AN-32 വിമാനമാണ്. അടുത്തത്, ഇന്ത്യൻ സൈന്യം 2024 ഏത് വർഷമായി പ്രഖ്യാപിച്ചത്? സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷം. ഇന്ത്യൻ സൈന്യം 2024 ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചത് ചോദിച്ചാൽ സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷമായാണ്. അടുത്തത്, 2024 ജനുവരി 13 പുറത്തിറങ്ങിയ മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു. 2024 ജനുവരി 13 പുറത്തിറങ്ങിയത് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതിയത് MK സാനുവാണ്. അടുത്തത്, 2023 സ്വച്ഛ് സർവേക്ഷൺ രാജ്യവ്യാപക ശുചിത്വ റാങ്കിങ്ങിൽ കൊച്ചി നഗരത്തിൻ്റെ സ്ഥാനം വരുന്നത് 416. 2023 സ്വച്ഛ് സർവേക്ഷൺ രാജ്യവ്യാപക ശുചിത്വ റാങ്കിങ്ങിൽ കൊച്ചി നഗരത്തിൻ്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 416. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് സെക്ഷൻ 2024 ജനുവരി 13 ഏത് ദേശീയ പാതയിലാണ് ഉദ്ഘാടനം ചെയ്തത്? NH-66 മുംബൈ ടു ഗോവ ദേശീയപാതയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് സെക്ഷൻ 2024 ജനുവരി 13 ഏത് ദേശീയപാതയിലാണ് ഉദ്ഘാടനം ചെയ്തത്? NH-66 മുംബൈ ടു ഗോവ ദേശീയപാതയിലാണ്. അടുത്തത്, ദിയുവിൽ നടന്ന ആദ്യ ബീച്ച് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ്. ദിയുവിൽ നടന്ന ആദ്യ ബീച്ച് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മധ്യപ്രദേശാണ്. അടുത്തത്, അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം ഏത്? പെരഗ്രിൻ മിഷൻ 1. അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യത്തിൻ്റെ പേരാണ് പെരഗ്രിൻ മിഷൻ 1. അടുത്തത്, ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? തമിഴ്നാട്. ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ നാടോടി നൃത്തമാണ്? തമിഴ്നാട്ടിലെ നാടോടി നൃത്തമാണ്. അടുത്തത്, 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? PK വീരമണിദാസൻ. 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ വ്യക്തിയാണ് PK വീരമണിദാസൻ. അടുത്തത്, ഗ്രീൻ റുപ്പി ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗ്രീൻ റുപ്പി ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത്, മാപ്പൾസ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡൻറ്റ് സൈറ്റുകളും മാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? പഞ്ചാബ്. മാപ്പൾസ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡൻറ്റ് സൈറ്റുകളും മാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്തത്, 2024 മലേഷ്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേടിയത് ആരാണ്? സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ്. 2024 മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗത്തിൽ ഡബിൾസിൽ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേടിയത് സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയുമാണ്. അടുത്തത്, ഡെൻമാർക്കിലെ പുതിയ രാജാവ് ആരാണ്? ഫ്രെഡറിക് എക്സ്. ഡെൻമാർക്കിലെ പുതിയ രാജാവായി സ്ഥാനമേറ്റത് ഫ്രെഡറിക് എക്സ് ആണ്. അടുത്തത്, കേരള കലാമണ്ഡലത്തിൻ്റെ 2022 അഭിമാനകരമായ ഫെലോഷിപ്പ് അവാർഡുകൾ നേടിയത് ആരെല്ലാമാണ്? വേണു G മാടമ്പി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർക്കാണ്. രണ്ടുപേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിൻ്റെ 2022 അഭിമാനകരമായ ഫെലോഷിപ്പ് അവാർഡുകൾ നേടിയത് രണ്ട് വ്യക്തികളാണ്, വേണു G മാടമ്പിയും സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുമാണ്. അടുത്തത്, ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ്
ചാഡോക്സൽ നിപ്പ ബി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് ചാഡോക്സൽ നിപ്പ ബി വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അടുത്തത് 2024 ജനുവരി 14 കൊൽക്കത്തയിൽ ലോഞ്ച് ചെയ്ത 250 ബൊള്ളാർഡ് പുൾ ഡാഗിൻ്റെ പേരെന്ത്? ഭീഷ്മം. 2024 ജനുവരി 14 കൊൽക്കത്തയിൽ ലോഞ്ച് ചെയ്ത 250 ബൊള്ളാർഡ് പുൾ ഡാഗിൻ്റെ പേരാണ് ഭീഷ്മം എന്നത്. അടുത്തത് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഘട്ടം 3 2024 ജനുവരി 14 ഏത് നഗരത്തിലാണ് വീണ്ടും ആരംഭിച്ചത്? ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലുമാണ്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിൻ്റെ ഘട്ടം 3 2024 ജനുവരി 14 ഏത് നഗരത്തിലാണ് വീണ്ടും ആരംഭിച്ചത്? ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലുമാണ് ഇത് ആരംഭിച്ചത്. അടുത്തത് 2024 ജനുവരി 15 ഏഴുമലയിലുള്ള ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി. 2024 ജനുവരി 15 ഏഴുമലയിലുള്ള ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി. അടുത്തത് 2024 ജനുവരി 14 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആസ്ട്ര M മിസൈലുകളുടെ ആദ്യ ബാച്ച് ഏത് കമ്പനിയിലാണ് നിർമ്മിച്ചത്? ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. 2024 ജനുവരി 14 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആസ്ട്ര M മിസൈലുകളുടെ ആദ്യ ബാച്ച് ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്. അടുത്തത് അന്താരാഷ്ട്ര T20യിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ ക്രിക്കറ്റ് താരം ആര്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര T20യിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ. അടുത്തത് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ച മലയാളി വനിതയാര്? ശ്വേത കെ സുഗതൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. അടുത്തത് രാജാ രവിവർമ്മ അവാർഡ് 2022 നേടിയത് ആരാണ്? സുരേന്ദ്രൻ നായർ. രാജാ രവിവർമ്മ അവാർഡ് 2022 നേടിയത് സുരേന്ദ്രൻ നായരാണ്. അടുത്തത് മികച്ച ഫിഫ പുരുഷ താരത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ലയണൽ മെസ്സി. മികച്ച ഫിഫ പുരുഷ താരത്തിനുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ലയണൽ മെസ്സി. അടുത്തത് 2023 ഏറ്റവും മികച്ച ഫിഫ അവാർഡിൽ വനിതാ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഐറ്റാന ബോൺമതി. 2023 ഏറ്റവും മികച്ച ഫിഫ അവാർഡിൽ വനിതാ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഐറ്റാന ബോൺമതി. അടുത്തത് ഇന്ത്യൻ നാവികസേനയിൽ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് ആയി നിയമിതനായത് ആരാണ്? വൈസ് അഡ്മിറൽ AN പ്രമോദ്. ഇന്ത്യൻ നാവികസേനയിൽ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് ആയി നിയമിതനായത് വൈസ് അഡ്മിറൽ AN പ്രമോദാണ്. അടുത്തത് 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കുന്ന പ്രശസ്ത കവി ആര്? കുമാരനാശാൻ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച പ്രശസ്ത കവിയാണ് കുമാരനാശാൻ. അടുത്തത് ഇന്ത്യയും ഏതു രാജ്യവും സംയുക്തമായാണ് ബാരക് 8 എന്ന ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്? ഇസ്രയേൽ. ഇന്ത്യയും ഇസ്രയേലും കൂടി ചേർന്നാണ് ബാരക് 8 എന്ന ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. അടുത്തത് CG ശാന്തകുമാർ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ അവാർഡ് നേടിയത് ആരാണ്? ഉല്ലല ബാബു. CG ശാന്തകുമാർ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ അവാർഡ് ജേതാവാണ് ഉല്ലല ബാബു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 അതുപോലെ തന്നെ 2024 ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.